നോർവേ, മാസങ്ങളോളം സൂര്യൻ അസ്തമിക്കാത്ത പ്രകൃതിയുടെ അത്ഭുത ലോകം. രാത്രി ഒടുവിലെത്തുമ്പോൾ ആകാശം പച്ചയും നീലയും പിങ്ക് നിറങ്ങളുമുള്ള അതിമനോഹരമായ നോർത്തേൺ ലൈറ്റ്സിന്റെ പ്രകാശത്തിൽ ജീവൻ പ്രാപിക്കുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളും ഗംഭീരമായ ഫ്യോർഡുകളും കണ്ണാടി പോലെ തെളിഞ്ഞ തടാകങ്ങളും കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഒരതുല്യ ഭൂമി. റോഡുകളിൽ കാറുകളേക്കാൾ റെയിൻഡിയറുകളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള നാട്. രാജാവിനെ പോലും യാതൊരു സുരക്ഷാ അകമ്പടിയുമില്ലാതെ സൈക്കിളിൽ നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയുന്ന രാജ്യം. വിദ്യാഭ്യാസവും ആരോഗ്യപരിപാലനവും പൂർണ്ണമായും സൗജന്യമായ രാജ്യം. ലോകത്ത് ഏറ്റവും ആദ്യം ഇലക്ട്രിക് വാഹനങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ രാജ്യങ്ങളിലൊന്ന്. ജയിലുകൾ പോലും 5 സ്റ്റാർ ഹോട്ടലുകളെ ഓർമ്മിപ്പിക്കുന്ന നാട്. തടവുകാർക്ക് രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യാനോ സ്വന്തം ബിസിനസ് നടത്താനോ കഴിയും. വൈകുന്നേരം അവർ വീണ്ടും ജയിലിലേക്ക് മടങ്ങി ശിക്ഷ തുടരുന്നു. -40 വരെ തണുപ്പ് അനുഭവപ്പെടുമ്പോഴും മഞ്ഞുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ. ഇവിടെ കുട്ടികൾക്ക് ഗണിതവും ശാസ്ത്രവും പഠിപ്പിക്കുന്നതിനു മുമ്പ് പ്രകൃതിയിൽ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നു. നോർവേയിലെ ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ജനവിഭാഗങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ വെറും 2% മാത്രമാണ് അവർ താമസിക്കുന്നത്. ശേഷിക്കുന്ന 98% മഞ്ഞുമലകളും കാടുകളും തടാകങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ വിസ്മയ ലോകമാണ്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായി നോർവേ ഇന്നും നിലകൊള്ളുന്നു. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങൾ നേരിൽ കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇന്ന് നാമും ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മനോഹര രാജ്യത്തിലൂടെ മറക്കാനാവാത്ത ഒരു യാത്ര ആരംഭിക്കുകയാണ്. നോർവേ, ഔദ്യോഗികമായി കിങ്ഡം ഓഫ് നോർവേ എന്നറിയപ്പെടുന്ന ഈ രാജ്യം വടക്കൻ യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ മേഖലയിലെ അതുല്യമായ ഒരു രാഷ്ട്രമാണ്. നോർവേയുടെ കിഴക്കൻ അതിർത്തികൾ സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. പടിഞ്ഞാറൻ തീരമാകട്ടെ വിശാലമായ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ സമുദ്രം നോർവേയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും സമ്പദ്വ്യവസ്ഥയെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 3,85,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നോർവേ വിസ്തൃതിയിൽ വലിയ രാജ്യമല്ല. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ജനസാന്ദ്രതയും മലിനീകരണവും കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങളെ ഇന്നും സംരക്ഷിച്ചു വയ്ക്കുന്ന രാജ്യമാണ് നോർവേ. ഏകദേശം 55 ലക്ഷം ജനസംഖ്യയുള്ള നോർവേ യൂറോപ്പിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ ജനങ്ങളിൽ ഏകദേശം 84% ആളുകളും നഗരങ്ങളിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ ചെറിയ പട്ടണങ്ങളിലും ദ്വീപുകളിലും മലനിരകളിലെ ഗ്രാമങ്ങളിലുമാണ് ജീവിക്കുന്നത്. 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താലും ഒരാളെ പോലും കാണാനാകാത്ത പ്രദേശങ്ങൾ പോലും ഇവിടെയുണ്ട്. അതുകൊണ്ടാവാം ഇവിടെ മനുഷ്യനേക്കാൾ ശക്തമായി പ്രകൃതി ഇപ്പോഴും അനുഭവപ്പെടുന്നത്. നോർവേയുടെ യഥാർത്ഥ വ്യക്തിത്വം അതിൻ്റെ വിസ്മയകരമായ പ്രകൃതി ദൃശ്യങ്ങളിലാണ്. രാജ്യത്തിൻ്റെ ഏകദേശം 70% മലനിരകളും ഹിമാനികളും വനങ്ങളും പാറക്കെട്ടുകളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. 50,000-ലധികം ദ്വീപുകളും ആയിരക്കണക്കിന് തടാകങ്ങളും 1,00,000 കിലോമീറ്ററിലധികം നീളുന്ന തീരപ്രദേശവും ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഭൂമിശാസ്ത്രപരമായി നോർവേ ആർട്ടിക് സർക്കിളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ വേനൽക്കാലത്ത് രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ മാസങ്ങളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതേസമയം ശൈത്യകാലത്ത് ആഴ്ചകളോളം സൂര്യോദയം പോലും ഉണ്ടാകാറില്ല. ഭൂമിയിലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഒരേ രാജ്യത്ത് അർദ്ധരാത്രി സൂര്യനെയും നോർത്തേൺ ലൈറ്റ്സിനെയും ഒരുപോലെ അനുഭവിക്കാൻ കഴിയൂ. ഈ അത്ഭുതങ്ങൾ നമുക്ക് ഈ യാത്രയുടെ പിന്നീടുള്ള ഭാഗങ്ങളിൽ നേരിൽ കാണാം. ഓസ്ലോയിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഓസ്ലോയുടെ തെരുവുകളിലേക്ക് ആദ്യമായി കാലെടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം അനുഭവിക്കുന്നത് അതിശയകരമായ ഒരു ശാന്തതയാണ്. കടുത്ത ട്രാഫിക്കില്ല, തുടർച്ചയായ ഹോൺ മുഴക്കങ്ങളില്ല, തിരക്കിട്ടോടുന്ന ജനക്കൂട്ടങ്ങളുമില്ല. മുഴുവൻ നഗരവും യാതൊരു തിടുക്കവുമില്ലാതെ ജീവിക്കുന്നത് പോലെയാണ് തോന്നുക.
റോഡരികിലൂടെ ആളുകൾ സൈക്കിളിൽ ശാന്തമായി സഞ്ചരിക്കുന്നു. ചിലർ ജോലിയിലേക്ക് പോകുന്നു, ചിലർ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നു, മറ്റു ചിലർ പ്രഭാതത്തിലെ തണുത്ത കാറ്റ് ആസ്വദിക്കുകയാണ്. ഓസ്ലോയിൽ സൈക്കിൾ യാത്ര ഒരു വിനോദമല്ല, അതവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് കിലോമീറ്റർ നീളമുള്ള പ്രത്യേക സൈക്കിൾ പാതകൾ നഗരത്തിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത റോഡുകളിലെ നിശബ്ദതയാണ്. മിക്ക വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളായതിനാൽ ശബ്ദം വളരെ കുറവാണ്. ലോകം ഇലക്ട്രിക് കാറുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ നോർവേ അവയെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. ചിലപ്പോൾ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഭാവിയിലേക്കാണ് എത്തിപ്പെട്ടതെന്ന് തോന്നും. ഓസ്ലോയുടെ കടൽ തീരം നഗരത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. രാവിലെ തന്നെ കടൽ തീരത്തുള്ള കഫേകൾ ആളുകളാൽ നിറഞ്ഞു തുടങ്ങും. ചിലർ കാപ്പി കുടിച്ചുകൊണ്ട് പുസ്തകം വായിക്കുന്നു, ചിലർ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നു, മറ്റു ചിലർ തിരമാലകളെ നോക്കി നിശബ്ദമായിരിക്കുന്നു. ആരും എവിടേക്കും പാഞ്ഞോടുന്നില്ല. ജീവിതം എങ്ങനെ ആസ്വദിക്കാമെന്ന് നോർവേക്കാരിൽ നിന്ന് പഠിക്കാം എന്ന് തോന്നും. അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് ഓസ്ലോ ഓപ്പറ ഹൗസാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഭീമൻ മഞ്ഞിക്കട്ട പോലെയാണത് തോന്നുക. ആളുകൾ അതിൻ്റെ മേൽക്കൂരയിലൂടെ നടക്കുകയും വിശ്രമിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും മുന്നിലുള്ള ഫ്യോഡിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യുന്നു. ഒരു ഓപ്പറ ഹൗസിൻ്റെ മേൽക്കൂരയിൽ കയറി കടലിൻ്റെ വിസ്മയകരമായ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന നഗരങ്ങൾ ലോകത്ത് വളരെ വിരളമാണ്. എന്നാൽ ഓസ്ലോയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിൻ്റെ കെട്ടിടങ്ങളല്ല, അതവിടുത്തെ മനുഷ്യരാണ്. മിക്ക മുഖങ്ങളിലും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ജീവിക്കുക എന്നത് സമ്പത്തിൻ്റെ കാര്യം മാത്രമല്ല, തൻ്റേതായ സമയം കണ്ടെത്താനും ജീവിതം ആസ്വദിക്കാനുമുള്ള കഴിവുമാണ് അതിൻ്റെ രഹസ്യം. എന്നാൽ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഓസ്ലോ മനോഹരമാണ്, എന്നാൽ യഥാർത്ഥ നോർവേ ഇനി ആരംഭിക്കാനിരിക്കുകയാണ്. നഗരം പിന്നിലാകുന്നതോടെ ഉയർന്ന കെട്ടിടങ്ങൾ പതിയെ മലനിരകൾക്ക് വഴിമാറുന്നു. റോഡുകൾ അനന്തമായി നീളുന്ന വനങ്ങളിലേക്ക് മറഞ്ഞു പോകുന്നു. അവിടെയാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിൽ നിന്നും നോർവേയിലേക്ക് ആകർഷിക്കുന്ന യാത്ര. ലോകത്തിലെ ഏറ്റവും മനോഹരമായ റോഡ് യാത്രകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ നോർവേ അതിൽ തീർച്ചയായും ഇടം പിടിക്കും. ഇവിടെ യാത്ര എന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്താനുള്ള മാർഗം മാത്രമല്ല, അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ചിലപ്പോൾ മഞ്ഞു മൂടിയ മലനിരകളിലൂടെയാണ് റോഡ് വളഞ്ഞു പോകുന്നത്. മറ്റു ചിലപ്പോൾ ആഴമേറിയ നീലക്കടലിൻ്റെ തീരത്തുകൂടി അത് മുന്നേറുന്നു. നോർവേയിലെ ഏറ്റവും പ്രശസ്തമായ റോഡുകളിലൊന്നാണ് അറ്റ്ലാന്റിക് ഓഷൻ റോഡ്. ഏകദേശം 8 കിലോമീറ്റർ നീളമുള്ള ഈ അത്ഭുതപാത ചെറിയ ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്രത്തിനു മുകളിലൂടെ കടന്നുപോകുന്നു. ശക്തമായ കാറ്റും ഉഗ്രമായ തിരമാലകളും മനോഹരമായി വളഞ്ഞ പാലങ്ങളും ചേർന്ന് ഇതിനെ ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ ഡ്രൈവിംഗ് അനുഭവങ്ങളിലൊന്നാക്കി മാറ്റുന്നു. കൊടുങ്കാറ്റുള്ള ദിവസങ്ങളിൽ തിരമാലകൾ റോഡിലേക്ക് വരെ ഉയർന്ന് വാഹനങ്ങളെ സ്പർശിക്കുന്ന കാഴ്ച സാധാരണമാണ്. ആ നിമിഷങ്ങളിൽ റോഡിനും കടലിനും ഇടയിലെ അതിർത്തി ഇല്ലാതായതുപോലെ തോന്നും. എന്നാൽ നോർവേയിലൂടെ യാത്ര ചെയ്യുന്നതിൽ റോഡുകളെക്കുറിച്ച് മാത്രമല്ല, ആയിരക്കണക്കിന് മലനിരകളും താഴ്വരകളും ഫ്യോഡുകളും യാത്രയ്ക്ക് തടസ്സമാകുന്നു. ഈ പ്രകൃതിദത്ത തടസ്സങ്ങളെ മറികടക്കാൻ നോർവേ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് സൃഷ്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്ത് 100-ലധികം റോഡ് തുരങ്കങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് ലെയർഡാൽ ടണലാണ്. ഏകദേശം 24 കിലോമീറ്ററിലധികം നീളമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ടണലായി അറിയപ്പെടുന്നു. ഏകദേശം 20 മിനിറ്റോളം ഒരു മലയുടെ ഉള്ളിലൂടെ പുറത്തേക്കുള്ള വെളിച്ചം കാണാതെ വാഹനമോടിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം നിങ്ങളെ വരവേൽക്കുന്നത് നോർവേയുടെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ്. യാത്രക്കിടയിൽ കാണുന്ന വെള്ളച്ചാട്ടങ്ങളുടെ എണ്ണം ഒടുവിൽ എണ്ണിത്തീരാനാകില്ല. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിന്ന് വെള്ളം താഴ്വരകളിലേക്ക് പതിക്കുന്ന കാഴ്ച അതിശയകരമാണ്. വോറിങ്സ് ഫോസൻ, ലാങ് ഫോസ്, 7 സിസ്റ്റേഴ്സ് തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ പെടുന്നു. വേനൽക്കാലത്ത് ഹിമാനികൾ ഉരുകിത്തുടങ്ങുമ്പോൾ ഇവയുടെ ശക്തിയും സൗന്ദര്യവും ഇരട്ടിയാകും.
എന്നാൽ നോർവേയിലെ യാത്രയുടെ ഏറ്റവും ആവേശകരമായ നിമിഷം റോഡ് പെട്ടെന്ന് അവസാനിക്കുമ്പോഴാണ്. മുന്നിൽ മറ്റൊരു ഹൈവേ അല്ല, പകരം ആഴമേറിയൊരു ഫ്യോഡോ, കടലിൻ്റെ ശാഖയോ ആയിരിക്കും. അപ്പോൾ ആളുകൾ അവരുടെ വാഹനങ്ങൾ നേരെ ഫെറിയിലേക്ക് ഓടിച്ചു കയറ്റും. അല്പസമയത്തിന് ശേഷം ഫെറി അവരെ മറുകരയിലെത്തിക്കും. മണിക്കൂറുകളായുള്ള യാത്രയ്ക്ക് ശേഷം നോർവേയെ ലോകപ്രശസ്തമാക്കിയ ആ അത്ഭുത ലോകത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. ഫ്യോഡുകളുടെ അത്ഭുത ലോകത്തിലേക്ക്.